ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് മെസ്സേജ് വരുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോവുക, എന്നിട്ട് മൊബൈൽ നമ്പർ നിങ്ങൾ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യുക. പിന്നെ ഇട്ടിരിക്കണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്താൽ നമ്മളോട് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഞാൻ ആ ഒരു ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു പേജിലോട്ട് പോകും. ഇതിൽ നമുക്ക് ഇവിടെ മുകളിൽ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും കാണാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഏത് ഇമെയിൽ ഐ ഡിയിലാണ് ഇത് വേണ്ടത് എന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ വെരിഫൈങ് എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വരും. ആ ഒരു OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരും. അതിൽ ആക്ടിവേറ്റ് യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് ഉള്ളത് താഴെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ചില പെർമിഷൻസ് ചോദിക്കും. അത് എലോ കൊടുക്കുക. ഇപ്പോൾ നമ്മളോട് ഈ ഒരു ഫോൺ നമ്പർ ഉള്ള സിം സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ആ ഒരു സിം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ വീണ്ടും ചില പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് എലോ കൊടുക്കുക. എലോ കൊടുത്താൽ ചില വെരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ അക്കൗണ്ട് അവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൊഫൈൽ പോയാൽ മതി. പ്രൊഫൈലിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് ആഡ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്തൊരു പേജ് വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ലോക്ക് സ്ക്രീൻ സെറ്റ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻ ലോക്കിന് ഇതിന് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഏത് പാസ്വേഡാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തപ്പം ഇപ്പം ഗൂഗിൾ പേ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. ഇപ്പം ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി എന്ത് ട്രാൻസാക്ഷൻസും ഇതിൽ നമുക്ക് നടത്താവുന്നതാണ്. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.